ഒരു 250 സ്കോർ വരെ ഒരു ഗവൺമെന്റ് BDS സീറ്റ് തീർച്ചയായും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 3 ലക്ഷം റാങ്കിനും BDS ഒരു ഗവൺമെന്റ് കോളേജിൽ ലഭിച്ചിട്ടുണ്ട്. 2933, അതായത് ഏകദേശം 3000 റാങ്കിന് അടുപ്പിച്ച് മാത്രമാണ് കോഴിക്കോട് അഡ്മിഷൻ. Hi everyone, this is AJ from RKNX. So BDSന് MBBS പോലെ തന്നെ ഏറെ ഡിമാൻഡിങ് ആയിട്ടുള്ള BDSന് കഴിഞ്ഞ വർഷങ്ങളിൽ 23യും 24ഉം നമ്മൾ നോക്കുന്നുണ്ട്. 23ലും 24ലും ഏത് ഓൾ ഇന്ത്യ റാങ്കിനാണ് അഡ്മിഷൻ ലഭിച്ചത്? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നീറ്റ് സ്കോറും ഓൾ ഇന്ത്യ റാങ്കും ഉണ്ട്. അത് വെച്ചിട്ട് BDSന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോളേജിൽ, കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് കോളേജുകളുടെയും കാര്യം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് ഒരു സീറ്റിന് സാധ്യതയുണ്ടോ എന്ന് നമുക്കറിയാം. യെസ്, അപ്പൊ ഇത് 23ലെയാണ്. ഇതിനുശേഷം 24ഉം നമ്മൾ കമ്പയർ ചെയ്യും. കോളേജുകൾ നമ്മൾ 24 ആയിരിക്കും കമ്പയർ ചെയ്യുക. ഓപ്പൺ കാറ്റഗറി 47,775, യാതൊരു റിസർവേഷനും ഇല്ലാത്ത ജനറൽ കാറ്റഗറിയാണ് SM എന്ന് പറയുന്നത്. അവിടെ റാങ്ക് വന്നത് 47,000 ആണ്. അപ്പൊ കുട്ടിയുടെ കേരള റാങ്ക് 4215. നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് കേരള റാങ്ക് എങ്ങനെ ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാന്നുള്ളത് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പൊ 40,000 റേഞ്ചിലുള്ളവർ ഒരു 4,000 റേഞ്ച് ആയിരിക്കും കേരള റാങ്ക് വരാനുള്ള പോസിബിലിറ്റി. യെസ്, ഇക്കണോമിക്കലി വീക്കർ സെഷൻ ആണ്. 1,33,466 അഡ്മിഷൻ ലഭിച്ചു. ഗവൺമെന്റ് BDS സീറ്റ് ലഭിച്ചു. 11,004 കുട്ടിയുടെ കേരള റാങ്ക് വന്നത്. EZ എന്ന് വെച്ചാൽ ഈഴവ കാറ്റഗറിയാണ്. ഈഴവ കാറ്റഗറിക്ക് 70,395 ഓൾ ഇന്ത്യ റാങ്ക്. കേരള റാങ്ക് 6,155. അപ്പോൾ ഒരു 70,000, ഒരു 70,000 ക്ലോസ് ആണ് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് എങ്കിൽ ഒരു 6,000നും 7,000നും ഇടയിലായിരിക്കും നിങ്ങളുടെ കേരള റാങ്ക് വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ BH മുസ്ലിം കാറ്റഗറി, മുസ്ലിം MU 58,145 ആണ്. കുട്ടിയുടെ കേരള റാങ്ക് 5,097 ആണ്. ബാക്ക്വേർഡ് ഹിന്ദു BH എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയാണ്. ഈ ബാക്ക്വേർഡ് ഹിന്ദുവിലെയും ബാക്ക്വേർഡ് ക്രിസ്ത്യനിലെയും കുറെ അധികം കാസ്റ്റുകളെയാണ് OEC ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. യെസ്, അപ്പൊ ബാക്ക്വേർഡ് ഹിന്ദു 1,24,264. കുട്ടിയുടെ കേരള റാങ്ക് 10,416. LA കാറ്റഗറി നോക്കുകയാണെങ്കിൽ 1,09,420 ആണ്. കുട്ടിയുടെ കേരള റാങ്ക് എന്ന് പറയുന്നത് 9,281 ആണ്. ആൻഡ് DV കാറ്റഗറി ധീവര കാറ്റഗറിയാണ്. 2,12,707, 16,071 ആണ് കേരള റാങ്ക്. VK കാറ്റഗറി ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ കേരള റാങ്ക് നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഏകദേശം നിങ്ങൾക്ക് അറിയാലോ ഏതൊരു റേഞ്ചിൽ വരും എന്നുള്ളത്. വിശ്വകർമ്മയാണ്. 73,755 ആയിരുന്നു കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക്. 6,444 ആണ് കേരള റാങ്ക്. അന്നത്തെ നീറ്റ് സ്കോർ എന്ന് പറയുന്നത് 538 ആണ്. BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറി 81,906, 80,000 വന്നു. 7,078 ആണ് കേരള റാങ്ക് എന്ന് പറയുന്നത്. KU കാറ്റഗറിയാണ്. കുടുംബി ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. 3,20,406 ആണ് കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക്. ദെൻ 21,251. അപ്പൊ 21,000 റാങ്കിനും ഒരു ഗവൺമെന്റ് BDS സീറ്റ് ലഭിച്ചു. യെസ്, 3 ലക്ഷം റേഞ്ചിലാണ് ഈ ഒരു KU കമ്മ്യൂണിറ്റിയുടെ റാങ്ക് വന്നത്. KN കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. 2,15,420 ആണ് ഓൾ ഇന്ത്യ റാങ്ക്. കേരള റാങ്ക് 16,211. ഓക്കെ, അടുത്തത് SC കാറ്റഗറിയാണ്. 2,50,091 ആണ്. 2 lakhs എന്നോട് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. 17,972 ആണ് കുട്ടിയുടെ കേരള റാങ്ക് എന്ന് പറയുന്നത്. അതൊരു 20,000നോട് ക്ലോസ് ആയിട്ട് വന്നിട്ടുണ്ട്. ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 6,48,180 റാങ്കിന് ഒരു ഗവൺമെന്റ് BDS സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ 30,958 ആണ് കുട്ടിയുടെ അന്നത്തെ കേരള റാങ്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഒരു സന്തോഷ വാർത്തയാണ്. 6 ലക്ഷത്തിനും ആ ഒരു കാറ്റഗറിക്ക് ഗവൺമെന്റ് സീറ്റ് കിട്ടി. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വാർത്തയാണ് അല്ലെ. 219 ആണ് സ്കോർ. അപ്പൊ ഈ വർഷം നോക്കുകയാണെങ്കിൽ ഒരു 250 സ്കോർ വരെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള, ഈ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വരെ സാധ്യതയുണ്ട്. വളരെ നല്ല സാധ്യതയുണ്ട് കേട്ടോ. യെസ്, ഓക്കെ, ഇനി നമ്മൾ ഓരോരോ കോളേജുകളായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് കോളേജ് കാണും. നിങ്ങൾ പഠിക്കാൻ എല്ലാ സീറ്റും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, വാല്യുബിൾ ആണ്. എങ്കിലും ഈ ഒരു കോളേജിൽ പഠിക്കണം എന്നുള്ളൊരു ഡ്രീം വെച്ച് നടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാകും. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ട കോളേജ്, എല്ലാ കോളേജും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കാലിക്കട്ട്. നമ്മുടെ തൊട്ടടുത്ത, നമ്മളിപ്പോ നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്തുള്ള കോളേജാണ്. യെസ്, അപ്പോ കാലിക്കട്ടിൽ അഡ്മിഷൻ ലഭിച്ചവരെ നമുക്ക് നോക്കാം. കാലിക്കട്ടിൽ ആർക്കൊക്കെയാണ് കിട്ടിയത്? ഓപ്പൺ വിഭാഗത്തിൽ 2,933 ആ ഒരു കേരള റാങ്ക് വന്ന കുട്ടിക്ക്, അതായത് ഒരു 3000നോട് അടുപ്പിച്ച റാങ്ക് ഉള്ള കുട്ടിക്ക് മാത്രമാണ്
കാലിക്കറ്റിൽ ഓപ്പൺ വിഭാഗത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? EZ അപ്പോൾ ഒരു 20,000 30,000 ആ ഒരു റേഞ്ചിലായിരിക്കണം ഓൾ ഇന്ത്യ റാങ്ക്. ഈഴവ കാറ്റഗറി 3475, മുസ്ലിം 3189. മക്കളെ BDS ആണ് സാധ്യത കൂടുതലാണ്, MBBSനേക്കാളും സാധ്യത കൂടുതലാണ്, അത് സത്യമാണ്. പക്ഷേ BDSന് സീറ്റ് കിട്ടണമെങ്കിലും നല്ല സ്കോർ അല്ലെങ്കിൽ നല്ല റാങ്കിലേക്ക് തന്നെ നിങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട്. യെസ്. LA കാറ്റഗറി 4411, DV കാറ്റഗറി 15005, VK 4166, BH 4783, KN 22624, SC 15493, ST 26730, ഇക്കണോമിക്കലി വീക്കർ സെഷൻ 5916. ഇത് 2024 കണക്കാണ്. കുറച്ചു മുൻപ് നമ്മൾ കണ്ടത് 23 ആയിരുന്നു, 2023 ആയിരുന്നു. ഇത് 2024 കഴിഞ്ഞ വർഷം കിട്ടിയ കുട്ടികളുടെ കേരള റാങ്ക് ആണ്. ഞാൻ ഓൾ ഇന്ത്യ റാങ്ക് എടുക്കാത്തത് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ റാങ്ക് 1 നമുക്ക് കേരളത്തിലുണ്ടായിരുന്നു, 720 ഔട്ട് ഓഫ് 720 ആയിരുന്നു. ഈ വർഷം 1 to 100 നമുക്ക് ഒരു പ്ലേസ് പോലും ഇല്ല. 100 to 200 2 കുട്ടികളാണ് വന്നിരിക്കുന്നത്. വളരെ പ്രൗഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മളുടെ കുട്ടികൾ ആ ഒരു റാങ്ക് നേടി. എങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്താൽ കുറച്ച് നമ്മൾ ആദ്യത്തെ 100 എത്താൻ നമുക്ക് ആയിട്ടില്ല. യെസ്, കാരണം എക്സാം അത്ര ടഫായിരുന്നു. സോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ചും കൂടി എന്താ പറയുക, നിങ്ങൾ +1 +2 പഠിക്കുന്ന ടൈം തന്നെ നീറ്റ് അല്ലെങ്കിൽ അതേപോലത്തെ ഏതൊരു മത്സര പരീക്ഷയ്ക്കും ആ ഒരു ടൈമിൽ തന്നെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. എങ്കിൽ മാത്രമേ എക്സാം ടഫ് അതിനനുസരിച്ച് നമുക്കും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ആലപ്പുഴ. യെസ്, ആലപ്പുഴയിൽ കിട്ടിയ കാര്യമാണ്. ഓപ്പൺ വിഭാഗം 4364, ഈഴവ 6080, MU മുസ്ലിം കാറ്റഗറിയാണ് 5037, LA 9454, ഏകദേശം 10,000 അടുപ്പിച്ചു വന്നു. DV 15820, VK 8815, ബാക്ക്വേർഡ് ഹിന്ദു 10244 കിട്ടിയിട്ടുണ്ട്. SC കാറ്റഗറിക്ക് 18180, ST 25982, EW 10342 കിട്ടിയത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ഇസ് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ട്രിവാൻഡ്രം. ഓക്കെ, ട്രിവാൻഡ്രത്തെ കാര്യമാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഓപ്പൺ വിഭാഗം 3558, EZ 4632, മുസ്ലിം 3749, LA 7375, DV 13222, VK 3825, BH 6218, BX 14202, KU 19283, SC 16818, ST 26611, EW 7043. ഓക്കെ അല്ലേ? ഇതാണ് ട്രിവാൻഡ്രത്തിന്റെ അവസ്ഥ. യെസ്, നെക്സ്റ്റ് വൺ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കണ്ണൂരാണ്. ഓക്കെ, പരിയാരത്തുള്ള നമ്മുടെ കോളേജാണ്. യെസ്, നോക്കുകയാണെങ്കിൽ ഓപ്പൺ വിഭാഗം 4446, EZ 6653, മുസ്ലിം 4992, LA 11780, DV 15323, VK 8095, ബാക്ക്വേർഡ് ഹിന്ദു 10485, BX 15930, KN 16881, KU 21379, SC 18191, ST 27074 ആൻഡ് EW 10900. ഓക്കെ, 10,900 ആണ് വന്നത്. ഓക്കെ, ഇതാണ് കണ്ണൂർ. നെക്സ്റ്റ് വൺ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് തൃശ്ശൂർ ആണ്. തൃശ്ശൂർ ഓപ്പൺ വിഭാഗം 4168, ഈഴവ 5109, MU 4267, LA കാറ്റഗറി 9580, DV ആണെങ്കിൽ 17,137, VK 4399, BH ബാക്ക്വേർഡ് ഹിന്ദു 9024, SC കാറ്റഗറി ആണെങ്കിൽ 17,215, ST കാറ്റഗറി ആണെങ്കിൽ 25,942, EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ 5,988
കഴിഞ്ഞ വർണ്ണ ഇവിടെ അഡ്മിഷൻ ലഭിച്ചു. ലാസ്റ്റ് വൺ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കോട്ടയമാണ്. യെസ്, ഇതും കൂടി നമ്മൾ നോക്കാനുള്ളൂ. അപ്പൊ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കോട്ടയത്ത് കഴിഞ്ഞ വർഷം 2024 തേർഡ് അലോട്ട്മെന്റിലൂടെ അവസാനമായിട്ടും അതിനുശേഷം വരുന്നത് സ്ട്രേ വേക്കൻസി റൗണ്ട് ആണ്. യെസ്, അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസാനത്തെ ഘട്ടം. 4006 4006 ഓപ്പൺ കാറ്റഗറി, 4832 4832 ഈഴവ, മുസ്ലിം കാറ്റഗറി 4758, LA കാറ്റഗറി 6774, BH ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി 8298, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറി 11689, KN കാറ്റഗറി 16465, SC കാറ്റഗറി 17095, EW 7968. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ നമ്മൾ ഏതൊക്കെ കോളേജുകൾ കണ്ടു? കോട്ടയം കണ്ടു, ദെൻ തൃശ്ശൂർ കണ്ടു, കണ്ണൂർ കണ്ടു, യെസ്, ദെൻ ട്രിവാൻഡ്രം കണ്ടു, ആലപ്പുഴ കണ്ടു, യെസ്, കോഴിക്കോട്. അപ്പൊ കേരളത്തിലെ 6 ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ബാക്കി കോളേജുകളുണ്ട്, അവിടെയും BDSന് നിരവധി സീറ്റുകളുണ്ട്. ആ കോളേജും കാര്യങ്ങളും ഒക്കെ ഇനി വരുന്ന വീഡിയോസിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.